ജീവിതത്തിൽ വിജയിക്കാൻ കുതിക്കാത്ത ആരെങ്കിലും ഈ കൂടുതലുണ്ടോ? എറിക് ഫ്രോം എന്ന മനഃശാസ്ത്രജ്ഞൻ യുവാക്കൾക്ക് ഒരു മന്ത്രം പോലെ പറഞ്ഞു നൽകുന്ന വാചകമുണ്ട്. യു മസ്റ്റ് ബി വാട്ട് യു ക്യാൻ ബി. നിങ്ങൾ എത്തിച്ചേരേണ്ടിടത്ത് നിങ്ങൾ എത്തിച്ചേരണം എന്നർത്ഥം. എത്തിച്ചേരേണ്ടിടത്ത് എത്തിച്ചേരാൻ കൊതിച്ചിട്ടും എത്തിച്ചേരാത്ത വല്ലാത്തൊരവസ്ഥ എല്ലാവർക്കും ഉണ്ടാകാറുണ്ട്. അങ്ങനെ ഒരവസ്ഥയിൽ നിൽക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ, അത് നേടേണ്ട നേട്ടമൊന്നും ഇതുവരെ നേടി തുടങ്ങിയിട്ടില്ല എന്നൊരു ചിന്ത നിങ്ങളെ അലട്ടി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ പരുന്തിൻ്റെ വിജയപാഠങ്ങൾ കണ്ടുപിടിക്കണം. പരുന്ത് നൽകുന്ന വിജയപാഠങ്ങൾ എന്തൊക്കെയാണ്? ശ്രദ്ധയോടൊന്ന് കേൾക്കണം എൻ്റെ പ്രിയപ്പെട്ട ചങ്ങാതി. ഒന്ന്, ദർശനം ഉണ്ടാകണം. മുകളിൽ നിന്നൊരു 5 കിലോമീറ്റർ താഴെയുള്ള ഒരു ഇരയെ പരുന്ത് കൃത്യമായിട്ട് നോക്കിക്കാണുന്നുണ്ട്. പിന്നെ സൂക്ഷ്മ ദൃഷ്ടിയോടുകൂടി ഏകാഗ്രതയോടുകൂടി പരുന്ത് ഈ ഇരയെ തേടി പിടിച്ച് സ്വന്തമാക്കിയിരിക്കും. നമുക്കെല്ലാവർക്കും സൈറ്റുണ്ട്, കാഴ്ചയുണ്ട്, കാഴ്ചപ്പാടുണ്ടാകണം. കാഴ്ചപ്പാടാണ് ദർശനം എന്ന് പറയുന്നത്. ഇൻസൈറ്റ് വേണം, ഫോർസൈറ്റഡ്നെസ് വേണം. അപ്പോൾ ഉൾക്കാഴ്ച വേണം, ദൂരക്കാഴ്ച വേണം. ഇതില്ലാത്തത് കൊണ്ടാണ് നമ്മളൊക്കെ പാതി വഴിയിൽ പാട്ട് നിർത്തുന്നവരെ പോലെയായി മാറിപ്പോകുന്നത്. അടുത്ത വളരെ പ്രധാനപ്പെട്ട കാര്യം, നമ്മളെല്ലാവരും ദർശനമുള്ളവരാണ്. പക്ഷേ നമ്മൾ പ്രശ്നങ്ങളെക്കാൾ വലുതാകാൻ കരുത്തുള്ളവരല്ല. രണ്ടാമത്തെ പാഠം എന്താണ്? പ്രശ്നത്തെക്കാൾ നിങ്ങൾ വലുതാവണം. അതായത് നിങ്ങളൊരു ബിസിനസ് തുടങ്ങുകയാണെന്ന് വിചാരിക്കുക. നിങ്ങളെ തേടി വരുന്നത് ആദ്യം പ്രശ്നമായിരിക്കാം. പ്രശ്നത്തിന് മുമ്പിൽ നിങ്ങൾ പതറിപ്പോകരുത്. കാരണം പ്രശ്നത്തിനുള്ളിൽ തന്നെ പ്രതിവിധിയുണ്ട്. ഇനി ഈ പ്രശ്നത്തെ നേരിടുന്ന നിങ്ങൾ തന്നെയാണ് പ്രതിവിധി, നിങ്ങളാണ് സൊല്യൂഷൻ. ആ കാര്യം എന്തുകൊണ്ട് മനസ്സിലാക്കുന്നില്ല പ്രിയപ്പെട്ട ചങ്ങാതി? ഹെൻറി ഫോർഡ്, അദ്ദേഹം വലിയ ബിസിനസ്മാൻ മാത്രമല്ല, വലിയ ഒരു മോട്ടിവേഷണൽ സ്പീക്കർ കൂടിയാണ്. അദ്ദേഹം എന്താ പറയുന്നത്? അദ്ദേഹം പറയുന്നത്, നിങ്ങൾ ലക്ഷ്യത്തിലേക്ക് കുതിക്കുന്നതിനിടയ്ക്ക് നിങ്ങളുടെ ലക്ഷ്യത്തിലേക്കുള്ള ആ കണ്ണ് ഒന്ന് മാറിക്കഴിയുമ്പോൾ നിങ്ങളെ പേടിപ്പെടുത്തുന്നതായി നിങ്ങൾ ചുറ്റും കാണുന്ന കാര്യങ്ങളാണ് തടസ്സം എന്ന് പറയുന്നത്. അപ്പോൾ ലക്ഷ്യത്തിൽ നിന്ന് നിങ്ങളുടെ കണ്ണ് മാറിക്കഴിയുമ്പോൾ പിന്നെ ചുറ്റും കാണുന്ന എന്തും ഭയപ്പെടുന്നതാണ്. അതാണ് തടസ്സങ്ങളായി മാറുക. യുലീസിസ് എന്ന കഥാപാത്രത്തെ ഓർക്കുക. യുലീസിസ് ഏതോ ഒരു അനർഘനിധി തേടി യാത്ര തിരിക്കുന്നു. ഒരു ഗന്ധർവ കന്യകമാരുടെ ദ്വീപുണ്ട്. ആ കന്യകമാർ പാടി എല്ലാവരെയും വശത്താക്കി യാത്ര മുടക്കും. ഇയാൾ എന്താ ചെയ്യുക? തുഴ എറിയുന്നവരുടെ കാതുകളിൽ ഈയം ഉരുക്കിയൊഴിക്കുന്നു. തന്നെ പായ്ക്കപ്പലോട് ചേർത്ത് നിർത്തുന്നു. ഒരു തരത്തിലും ഒരു സ്വരവും ഇവരെ വ്യതിചലിപ്പിച്ചുകൂടാ ലക്ഷ്യത്തിൽ നിന്ന്. പക്ഷേ എത്ര നാളിങ്ങനെ ഈയമുരുക്കി മുന്നോട്ട് പോകാൻ സാധിക്കും? നല്ലതാണ് വ്രതനിഷ്ഠകളൊക്കെ ജീവിതത്തിൽ. പക്ഷേ അടുത്ത ഒരു ഘട്ടത്തിൽ നിങ്ങൾ അതിനേക്കാൾ ഉയർന്നു പോകണം. വീണ്ടും ഓർഫീസ് ആ വഴിയിലൂടെ വരുന്നുണ്ട്. ഓർഫീസ് എന്താ ചെയ്യുക? ഗന്ധർവ കന്യകമാർ പാടിത്തുടങ്ങിയപ്പോൾ പാട്ടിനെ തോൽപ്പിക്കുന്ന സ്വരമാധുര്യത്തോടു കൂടി അയാൾ പാടാൻ തുടങ്ങി. അപ്പോൾ പാട്ടിൽ അലിഞ്ഞ് ഗന്ധർവ കന്യകമാർ പാട്ട് നിർത്തി. പിന്നെ പ്രലോഭിപ്പിക്കാൻ ആരില്ല. അവർ ലക്ഷ്യത്തിലേക്ക് മുന്നേറുകയും ചെയ്തു. വെൻ യു ഹാവ് പ്രോബ്ലം, ഗ്രോ ബിഗർ ദാൻ ദ പ്രോബ്ലം. വെൻ യു ഹാവ് എ റിയൽ സിറ്റുവേഷൻ വിച്ച് ഈസ് അഫക്റ്റിംഗ് യു, കം ഔട്ട് ആസ് എ സൊല്യൂഷൻ. സൊല്യൂഷനായിട്ട് നിങ്ങൾ മാറണം, ഞാൻ മാറണം. ഇതൊരു വലിയ പ്രധാനപ്പെട്ട തത്വമാണ്. ഇനി എങ്ങനെയാണ് പരുന്ത് നമ്മെ ഇക്കാര്യത്തിൽ പഠിപ്പിക്കുക? പരുന്തിന് കൊടുങ്കാറ്റിനെ ഇഷ്ടമാണ്. ഈ പക്ഷികൾക്കിടയിൽ കൊടുങ്കാറ്റിനെ ഇഷ്ടപ്പെടുന്ന ഒരേ ഒരു പക്ഷി പരുന്താണ്. എന്തുകൊണ്ട് ഇഷ്ടപ്പെടുന്നു? പരുന്തിന് കൊടുങ്കാറ്റൊരു എക്സൈറ്റ്മെൻ്റ് ആണ്, ഒരു വെല്ലുവിളിയാണ്. ആ വെല്ലുവിളി സ്വീകരിച്ചുകൊണ്ട് എക്സൈറ്റഡായി പരുന്ത് ഈ കൊടുങ്കാറ്റിന് അകത്തേക്ക് പ്രവേശിച്ച് മേഘങ്ങൾക്ക് മുകളിലേക്ക് പറക്കും. മേഘങ്ങൾക്ക് മുകളിലേക്ക് പറന്ന് വിജയശ്രീലാളിതനായി അവർ മാറുകയും ചെയ്യും. അപ്പോൾ ശരിക്കും ഒരു കൊടുങ്കാറ്റ് പേടിപ്പെടുത്തുന്ന ഒന്നല്ല, അവനെ സംബന്ധിച്ചിടത്തോളം തോൽപ്പിക്കപ്പെടേണ്ട ഒരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ടാണ് അവന് എക്സൈറ്റ്മെൻ്റ് ഉള്ളത്. ഈ എക്സൈറ്റ്മെൻറ്റ് നമുക്കൊരിക്കലും നഷ്ടപ്പെടാൻ പാടില്ല. മൂന്നാമതായിട്ട് വേഗത. മണിക്കൂറിൽ 129 കിലോമീറ്റർ വേഗതയിലാണ് ഒരു പരുന്ത് പറക്കുന്നത് എന്ന് തിരിച്ചറിയുക. അങ്ങനെ പറക്കുന്ന ആ വേഗതയിൽ അവൻ എത്രയെത്ര ദൂരങ്ങൾ താണ്ടുന്നുണ്ട്, എത്രയെത്ര നേട്ടങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്.
പണ്ടത്തെ അധ്യാപകർ ഇങ്ങനെ പ്രാർത്ഥിക്കും, അലസ ബാലക ബോധക ദുർവിധിയും ചിരസി മാലിക മാലിക മാലിക. അതായത് അലസരായ വിദ്യാർത്ഥികളെ പഠിപ്പിക്കുക എന്ന ആ തലവര എൻ്റെ ശിരസിൽ എഴുതി വെക്കല്ലേ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ കണ്ണടച്ചിരുന്ന് സ്വപ്നം കാണുന്നതാണെങ്കിൽ അതിനെ കിനാവെന്നാണ് പറയുന്നത്, പാഴ്ക്കിനാവ്. നിങ്ങൾ കണ്ണ് തുറന്ന് സ്വപ്നം കാണേണ്ടവരാണ്. നിങ്ങൾ ഓടാൻ തയ്യാറാകണം. ഓട്ടപ്പന്തയത്തിൽ സമ്മാനിതനാകാൻ കൊതിക്കുന്ന ഒരാൾ ഓടണം. ഇപ്പോഴത്തെ ചില ആളുകൾ ചിന്തിക്കുന്നത് നല്ല മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് മറ്റുള്ളവരെ ഓടിപ്പിക്കുവാനുള്ള കപ്പാസിറ്റി ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. തെറ്റാണത്. നിങ്ങളൊരാളെ ഓടിപ്പിക്കുവാൻ സിദ്ധി നേടിയവനാണെങ്കിൽ ആദ്യം നിങ്ങൾ ഓടി നിങ്ങളോട് തന്നെ തെളിയിച്ചിട്ടുണ്ടാകണം ഓടാൻ പറ്റുമെന്ന്. അപ്പോൾ നിങ്ങളെ കണ്ടിട്ടാണ് മറ്റൊരാൾ ഓടുക. മുമ്പേ പറക്കുന്ന പക്ഷിയെ കണ്ടിട്ടാണ് പിന്നെ പറക്കുന്ന പക്ഷികളൊക്കെ ലക്ഷ്യത്തിലേക്ക് കുതിക്കുന്നത്. ഓടാൻ തയ്യാറാവണം. അടുത്ത വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. പരുന്ത് ഒരിക്കലും ഭൂതകാലത്തിൽ ചത്തുകിടക്കുകയല്ല. ഏറ്റവും രസകരമായൊരു സംഗതി, ചത്തതൊന്നും പരുന്ത് ഭക്ഷിക്കുകയില്ല. ജീവനോടുള്ളതിനെയാണ് ആക്രമിച്ച് കീഴ്പ്പെടുത്തുക. നമ്മളൊക്കെ ജീവിതത്തിൽ നോക്കുക, ചില മനുഷ്യരെപ്പോഴും ഭൂതകാലത്തിൽ ഇങ്ങനെ കഴിഞ്ഞു കൊടുക്കുകയാണ്. പണ്ടത്തെ ഒരു പടക്കുതിരയായിരുന്നു നിങ്ങൾ. സത്യം, നിങ്ങൾ പടയോട്ടങ്ങളൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ട്, നിങ്ങൾ കുതിച്ചിട്ടുണ്ട്, നിങ്ങൾ നേടിയിട്ടുണ്ട് എന്ന് കരുതി നിങ്ങളുടെ ഭൂതകാലമല്ല നിങ്ങളുടെ ഭാവി കാലം നിശ്ചയിക്കുക. യുവർ പ്രസൻറ്റ് ഡിഫൈൻസ് ആൻഡ് ഡിറ്റർമിൻസ് യുവർ ഫ്യൂച്ചർ. അത് വ്യക്തമായിട്ട് തിരിച്ചറിയുക. നിങ്ങൾ ഭൂതകാലത്തിൽ എന്തായിരുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമല്ല. നിങ്ങളിപ്പോൾ എന്താണ്, ഇപ്പോൾ നിങ്ങൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു, അതാണ് നിങ്ങളുടെ ജീവിതത്തെ നിശ്ചയിക്കുക. അതുകൊണ്ട് വെറുതെ ഭൂതകാലത്തെക്കുറിച്ച് ഓർത്ത് അങ്ങനെ കിടക്കണ്ട. എഴുന്നേറ്റ് വർത്തമാനകാലത്ത് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുക. അങ്ങനെ ചെയ്യുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. റിഗ്രറ്റ് അത്ര നല്ല കാര്യമൊന്നുമല്ല. അനാവശ്യമായ കുറ്റബോധങ്ങൾ അത്ര നല്ല കാര്യമൊന്നുമല്ല. നിങ്ങളുടെ ഭൂതകാലത്തിൽ നിങ്ങളെ ബന്ധിപ്പിച്ച് നിർത്തിയിരുന്ന എന്തും ആ ബന്ധനങ്ങളെ അഴിച്ചു മാറ്റാൻ പറ്റും. അങ്ങനെ അഴിച്ചു മാറ്റിയിട്ട് മുന്നോട്ട് പോവുക. അതാണ് നിങ്ങളുടെ പ്രധാനപ്പെട്ട ടാസ്ക് എന്ന് തിരിച്ചറിയുക. ഇനി ഈ കംഫർട്ട് സോൺ ഭേദിച്ചുകൊണ്ടാണ് പരുന്തായി മാറുക. വളരെ രസകരമായൊരു ജീവിത പഠന രീതിയുണ്ട്. തള്ള പരുന്ത് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നത് എങ്ങനെയാണ്? തുടക്കത്തിൽ കുഞ്ഞ് മുട്ട വിരിയിക്കപ്പെട്ട് വളരുന്ന സമയത്ത് ആ കുഞ്ഞിന് വേണ്ടിയിട്ട് വളരെ സുന്ദരമായ തൂവലുകളും ഇളം ചില്ലകളും നാരുകളും കൊണ്ട് അമ്മ കൂടൊരുക്കിയിട്ടുണ്ട്. പക്ഷേ കുഞ്ഞിന് കരുത്ത് വന്നു, ചിറകിന് കരുത്ത് വന്നു കഴിഞ്ഞു എന്ന് ബോധ്യപ്പെടുമ്പോൾ പിന്നെന്താ ചെയ്യുക? ഈ തൂവലുകളും മൃദുവായ ചില്ലകളും എല്ലാം അത് കൂടി ഇളക്കി ഇല്ലാതാക്കും. എന്നിട്ടും അള്ളിപ്പിടിച്ച് പരുന്തും കുഞ്ഞ് അവിടെ ഇരിക്കുകയാണെങ്കിൽ നിഷ്ഠുരമായ ഒരുതരം സ്നേഹത്തോടു കൂടി ആ കുഞ്ഞിനെ എടുത്ത് പുറത്തേക്ക് എറിയും. ആ എറിഞ്ഞ് കളയുന്നത് ഉൾക്കരുത്തത് കണ്ടെത്താൻ വേണ്ടിയാണ്. വീണ്ടും അത് തിരികെ വരികയാണെങ്കിൽ വീണ്ടും അതിനെ എടുത്തെറിയും. അങ്ങനെ എത്ര പ്രാവശ്യം എടുത്തെറിയപ്പെടുന്നുണ്ട് ഈ പരുന്ത്. ഏതോ ഒരു തവണ അത് ഉൾക്കരുത്ത് കണ്ടെത്തുന്നുണ്ട്, പറക്കാൻ കുതിക്കാൻ പഠിച്ചെടുക്കുന്നുണ്ട്. അങ്ങനെയാണ് പരുന്ത് പക്ഷികളുടെ രാജാവായി മാറുക. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സുഹൃത്തെ, നിങ്ങളുടെ ഏതോ ഒരു സുരക്ഷിത മേഖലയിൽ കംഫർട്ട് സോണിൽ അടയിരിക്കുന്ന വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കില്ല. കാരണം നിങ്ങളെ തന്നെ വെല്ലുവിളിക്കുന്നില്ല. നിങ്ങളെ തോൽപ്പിക്കുന്ന എനിമി പുറത്തൊരാളല്ല, അകത്തെ ആളുകൾ തന്നെയാണ്. നിങ്ങളെ വെല്ലുവിളിക്കുന്ന ഒരു കൊടുമുടി പുറത്തല്ല, അകത്ത് തന്നെയാണ്. അകത്തെ കൊടുമുടിയെ നിങ്ങൾ തോൽപ്പിച്ച് കഴിഞ്ഞാൽ പുറത്തെ കൊടുമുടികളൊക്കെ നിസ്സാരമായിട്ട് നിങ്ങൾക്കിത് കീഴടക്കാൻ സാധിക്കും. അപ്പോൾ കംഫർട്ട് സോണുകൾ ഭേദിക്കാനായിട്ട് തയ്യാറാവണം. അടുത്ത വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, പരുന്തിന് അസാമാന്യ ധൈര്യമുണ്ട്. തന്നെക്കാൾ ഏറെ വലിപ്പമുള്ള ഏതൊരു ജീവിയുമായി മല്ലിട്ട് നിൽക്കുവാനും തോൽപ്പിക്കാനും പരുന്തിന് അസാമാന്യ കരുത്തുണ്ട്. അതിന് ഉൾബലമുണ്ട്. ഈ ഉൾബലമാണ് വിജയിക്ക് അത്യാവശ്യമായിട്ട് വേണ്ടത്. നിങ്ങളുടെ ശരീരത്തിൻ്റെ കരുത്തിനേക്കാൾ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് നിങ്ങളുടെ മനസ്സിൻ്റെ കരുത്ത്. നിങ്ങൾക്ക് നല്ല ബോധ്യവും ഉണ്ടെങ്കിൽ നിങ്ങളെ തോൽപ്പിച്ച് കളയാൻ ആർക്കും സാധിക്കില്ല. നിങ്ങളെ ആരെങ്കിലും വീഴ്ത്തിയേക്കാം, പക്ഷെ നിങ്ങളെ തകർത്ത് തരിപ്പണമാക്കാൻ ഒരാൾക്കും സാധിക്കുകയില്ല. പരുന്ത് ഒറ്റയ്ക്ക് പറക്കാൻ ഇഷ്ടപ്പെടുന്നുണ്ട്. സ്വന്തം കൂട്ടത്തിൽ തന്നെയാണ് പരുന്ത് പറക്കുക.
ഈ അനാവശ്യ കൂട്ടുകെട്ടുകളിൽ ചെന്ന് പെട്ടിട്ട് നോ പറയുവാനുള്ള ധൈര്യമില്ലാത്തത് കൊണ്ട് ജീവിതം നോയാക്കി മാറ്റുന്ന ധാരാളം പേരുണ്ട്. നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒരു ടോക്സിക് റിലേഷൻഷിപ്പാണെന്ന് വിചാരിക്കുക, നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് ഒരു ടോക്സിക് ഫ്രണ്ട്ഷിപ്പാണെന്ന് വിചാരിക്കുക. ആ ഫ്രണ്ട്ഷിപ്പിനോട് നിങ്ങൾ നോ പറയണം. നിങ്ങൾ വല്ലാതെ വഴിതെറ്റിക്കുന്ന ആളുകളാണ് കൂടെയുള്ളതെങ്കിൽ അവരോട് നോ പറയാൻ നിങ്ങൾക്ക് സാധിക്കണം. കാരണം ശരിയില്ല കൂട്ടങ്ങളിൽ ചെന്ന് പെട്ട് കഴിയുമ്പോൾ നിങ്ങൾ ഉള്ളിലുള്ള കരുത്ത് ചോർന്ന് പോവുകയാണ്. നിങ്ങൾ അറിയുന്നില്ല നിങ്ങളുടെ കരുത്ത് ചോർന്ന് പോയി ഇപ്പോൾ നിങ്ങളൊന്നുമല്ലാതായ ഒരു ബിഗ് സീറോയായി മാറിയിട്ടുണ്ട് എന്ന്. അങ്ങനെയാണെങ്കിൽ ധൈര്യത്തോടു കൂടി നോ പറയുക. ആ നോ പറയിൽ നിന്നാണ് നിങ്ങളുടെ ജീവിതം സത്യത്തിൽ ആരംഭിക്കുക. അവസാനമായിട്ട്, പരുന്ത് തന്നെ ഒരു മരണത്തിലൂടെ നയിച്ച് പുനർജനിയിലൂടെ സഞ്ചരിക്കുവാൻ കരുത്തുള്ള ബോധമുള്ള ഒരു പക്ഷിയാണ്. അത് ഒരു 30 വയസ്സ് പിന്നിട്ട് കഴിയുമ്പോൾ പിന്നീട് അതിനൊരു പരീക്ഷണ ഘട്ടമാണ്. ഇനിയും കുറേ കാലം ജീവിച്ചിരിക്കണമെന്നുണ്ടെങ്കിൽ അതെന്ത് ചെയ്യണം? ഇപ്പോൾ അല്പം പ്രായാധിക്യം വന്ന് ഭവിച്ച അതിൻ്റെ തൂവലുകളും അതിൻ്റെ ത്വക്കും അതുപോലെ തന്നെ കൊക്കുമെല്ലാം അത് പറിച്ചെറിഞ്ഞ് കളയണം. എന്തു ചെയ്യും? ഒരു മലയുടെ ഉച്ചിയിലേക്ക് പോകുന്നു. പിന്നെ ഏകാഗ്രതയിൽ തപസ്സിരിക്കുന്ന ഒരു സന്യാസിയെ പോലെയാണ്. അത് രോഗബാധിതമായി തുടങ്ങിയിട്ടുള്ള ക്ഷീണിതമായി തുടങ്ങിയിട്ടുള്ള തൂവലുകൾ ഓരോന്നായിട്ട് പറിച്ച് എറിഞ്ഞു കളയും. അതിൻ്റെ കൊക്ക് പാറക്കല്ലിൽ ഉരച്ച് അത് വേണ്ടെന്ന് വെക്കും. പിന്നെ പുതുതായി രൂപപ്പെടുകയാണ്. ഇനി 40 വർഷക്കാലം കൂടി അത് ജീവിക്കും. അതിൻ്റെ ജീവിതത്തിൽ പുതിയൊരു പിറവിക്കാലമാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ചിലതെല്ലാം വേണ്ടെന്ന് വെക്കേണ്ടി വരും. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഒരു നിലവാരമുണ്ടെങ്കിലേ നിങ്ങൾക്കൊരു നിലപാടുണ്ടാവും. നിലപാട് നിങ്ങൾക്കുണ്ടാകുമ്പോഴാണ് നിങ്ങൾക്ക് വ്യക്തമായ കാഴ്ചപ്പാടുകൾ ഉണ്ടാകുക. അപ്പോൾ ഈ നിലവാരവും കാഴ്ചപ്പാടുകളും ഒക്കെ വന്ന് സംഭവിക്കണം എന്നുണ്ടെങ്കിൽ ചില കാര്യങ്ങളോടൊക്കെ നോ പറയാൻ സാധിക്കണം. ജീവിതത്തിൽ ശരിയല്ലാത്ത പലതും നമ്മൾ നെഞ്ചോട് ചേർത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ആ നെഞ്ചോട് ചേർത്ത് വെച്ച പല കാര്യങ്ങളും പറിച്ചെറിയണം. എങ്കിലേ നിങ്ങൾക്ക് ജീവിതത്തിൽ വിജയിക്കുവാൻ സാധിക്കുകയുള്ളൂ. എൻ്റെ പ്രിയപ്പെട്ട ചങ്ങാതി, വൈകിട്ടൊന്നുമില്ല. ടുഡേ ഈസ് ദ ഡേ. ഇന്നാണ് ആ ദിവസം. സ്റ്റാർട്ട് ചെയ്യുക. പുതിയ ഒരു തുടക്കമിടുക. ജീവിതം ആവർത്തിച്ച് ഞാൻ പറയുകയാണ്, ഒരു ഫുൾ സ്റ്റോപ്പ് അല്ല, ഒരു കുത്തും കോമയുമാണ്. നല്ലതെല്ലാം തുടങ്ങാവുന്നതേ ഉള്ളൂ. വീണ്ടും നാളെയല്ല, ഇന്ന് നല്ല യാത്ര നേരുന്നു.